ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു കറി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണത്. ചപ്പാത്തി, പത്തിരി, പൂരി, പൊറോട്ട, നൂൽപുട്ട്, അപ്പം ഇതിനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് മിക്സഡ് വെജിറ്റബിൾസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എരിവിന് വേണ്ട പച്ചമുളകും എടുക്കാം. പിന്നെ അതിന് ശേഷം ഞാനിതാ ഒരു പിടി ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഒരു പാനോ അടിക്കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം, ഞാനിപ്പോൾ കുക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ എരിവിന് വേണ്ട പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ചതച്ച് ചേർക്കണം കേട്ടോ ചെയ്തത്. അങ്ങനെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടോ. അങ്ങനെ വഴന്ന് വന്നതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാൻ, പച്ചമുളക് എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു തക്കാളി, നേരത്തെ എടുത്ത തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വഴറ്റിയതിന് ശേഷമാണ് ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ബീട്രൂട്ടല്ല, ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് മസാലയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഗ്രീൻ പീസും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 3 വിസിൽ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മുളകൊക്കെ നല്ലോണം വെന്തുടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിൽ ഒരു 3-4 ഉരുളക്കിഴങ്ങിൻ്റെ പീസും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ പീസും ഒന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ കറിക്ക് ടേസ്റ്റ്. അങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം. ഞാൻ വേവിക്കണ സമയത്തും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കറക്റ്റ് നോക്കട്ടോ. ഞാൻ ഗ്രീൻ പീസ് കുതിർത്ത വെള്ളത്തോടൊക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി വേറെ ഒരു പണിയും ഇല്ല, ഒന്ന് കടുക് വറുത്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണിൻ്റെ പാതി ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കടുക് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗരം മസാല. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കറി നല്ലൊന്ന് ഇളക്കി ഉടച്ചൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ആ ഗരം മസാലേൻ്റെ മേലെ കൂടിയാണ് ഞാൻ ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ കറി റെഡിയായി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത് ഒരു ഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.